മൈലേജ് ഏകദേശം ഒരു 18-20 മൈലേജ് കിട്ടും. സ്വിഫ്റ്റിന്റെ സെയിം എഞ്ചിൻ ആയതിനെ കൊണ്ട് അതിന്റെ സെയിം സർവീസ് കോസ്റ്റേ വരുള്ളൂ. ഒരു 4000-5000 രൂപക്ക്. അത് ഡീസൽ നിങ്ങളൊരു മിനിമം ലെവലിൽ വെക്കണം. ഒരു ഹാഫ് ടാങ്ക് ഡീസൽ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഓടുക, അല്ലെങ്കിൽ ഭാവിയിലൊക്കെ ഇഞ്ചക്ടറൊക്കെ പണിയിടുന്ന ഡീസൽ വണ്ടി ഓടിക്കും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൽ ഗിയർ ബോക്സ് വരുന്നത് DT250 6 സ്പീഡാണ് വരിക. കംപ്ലൈൻസ് ഒക്കെ വളരെ കുറവായിരിക്കും. മാത്രമല്ല മൈലേജ് നല്ല മൈലേജ് ഉണ്ടാവും. മൈലേജ് നമ്മൾ ഗ്യാസിന് പറഞ്ഞ പോലെ ഗ്യാസിന് അത്ര ഉണ്ടാവില്ല. ഗ്യാസിന് എന്തായാലും ഒരു 21 ആ റേഞ്ചിലൊക്കെ കിട്ടും. ഹായ്, എല്ലാവർക്കും നമസ്കാരം. 14 കാറുകൾ എല്ലാം വിലപ്പാകത്തിൽ വെച്ചാൽ വില കുറവ് തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കും. കാരണം ഞാൻ വന്നിരിക്കുന്ന ഷോറൂം സൂപ്പർ വീൽസ് ആണ്. ഇവിടെ ഒരു കാലത്തും വില കൂടിയിട്ടില്ല. എല്ലാ വണ്ടികളും ക്വാളിറ്റി കോംപ്രമൈസ് ഇല്ല. നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കട്ടെ, നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാൻ പറ്റിയൊരു ഷോറൂമാണ്. വില കൂടുതലില്ലാത്ത 14 കാറുകൾ നമ്മളിന്ന് നിങ്ങളെ കാണിക്കുക. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഷോറൂം ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാൻ ജിഷ്ണുണ്ട്. ജിഷ്ണു സുഖമല്ലേ? വെൽക്കം. അപ്പോൾ അനിരുദ്ധ്, ജിഷ്ണു, ഇവർ രണ്ടുപേരാണ് സൂപ്പർ വീൽസിന്റെ സാരഥികൾ. ജിഷ്ണു അധികം നമ്മുടെ വീഡിയോയിൽ ഉണ്ടാവാറില്ല. അവിടെ ജസ്റ്റ് ഇൻട്രോയിലൊന്ന് ജിഷ്ണു വന്നിട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സ്റ്റോക്കിനെ പറ്റി എന്താ പറയുക? എല്ലാ സെഗ്മെന്റും ഒരുവിധം എല്ലാ സെഗ്മെന്റിലുള്ള വണ്ടികളുണ്ട്. നമ്മുടെ പ്രേക്ഷകർ ചെറുത് തൊട്ടിട്ട് എല്ലാം ഉണ്ട്. ഒരുവിധം നമ്മുടെ പ്രേക്ഷകർ നിരാശപ്പെടില്ല. ഞാൻ പ്രൈസിൽ നിരാശപ്പെടില്ല. എല്ലാ വണ്ടിയും വളരെ റീസണബിൾ ആയിട്ടുള്ള പ്രൈസിനാണ്. എല്ലാ വണ്ടികളും നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ തന്നെയാണ്. ഓക്കെ, ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്തിട്ട് അതൊരു കോംപ്രമൈസും ഇല്ല. അതേമാതിരി തന്നെ വണ്ടികളെല്ലാം നല്ല ക്വാളിറ്റി ഉള്ളതും റേറ്റും വളരെ റീസണബിൾ ആണ്. ലൊക്കേഷൻ ഒന്ന് പറഞ്ഞിട്ട്. ലൊക്കേഷൻ മലാപ്പറമ്പ് കഴിഞ്ഞിട്ട് അടുത്തത് പാറോപ്പടി ജംഗ്ഷൻ. പാറോപ്പടിയിൽ നിന്ന് കണ്ണാടിക്കൽ റോഡിന്റെ നേരെ ഓപ്പോസിറ്റ് വയനാട് റോഡിൽ തന്നെ. കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോട് ജില്ലയിൽ അതാണ് ലൊക്കേഷൻ. കോൺടാക്ട് ഡീറ്റെയിൽ നമ്മൾ വീഡിയോൻ്റെ റൈറ്റ് ടോപ്പ് കോർണറിൽ കോൺടാക്ട് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് ഇവരെ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ കാറ് വിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. കാറ് വിൽക്കാനുണ്ടെങ്കിൽ താഴെ കൊടുത്ത മേരാ കസ്റ്റമറിലേക്ക് ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങളുടെ വീട്ടിലിരുന്നുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനം വിൽക്കാൻ സാധിക്കും. അപ്പോൾ ബാക്കി ഓരോ ഡീറ്റെയിൽ നമുക്ക് വീഡിയോയിൽ കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറ്റുവരുത്. അതേപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ പുതിയ സ്റ്റോക്കിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നേരെ വീഡിയോയിലോട്ട് പോകും. അപ്പോൾ നിങ്ങൾ ഇൻട്രോയിൽ കണ്ടിട്ടുണ്ടായിരുന്നത് ജിഷ്ണുവിനെയാണ്. ഇപ്പം നമ്മുടെ കൂടെയുള്ളത് അനിരുദ്ധാണ്. എല്ലാ വീഡിയോസിലും ഉണ്ടാവാറ് കൂടെ. ഓക്കെ, വെൽക്കം. ആദ്യ വാഹനം ഫിയറ്റിൻ്റെ പുണ്ടോ ആണ്. KL57. ഇവിടെ തന്നെയാണ്, കോഴിക്കോട് കൊടുവള്ളി രജിസ്ട്രേഷൻ. ഓക്കെ, പറഞ്ഞോളൂ എങ്ങനെയാണ്? 2010 മോഡൽ ഫൈനൽ രജിസ്ട്രേഷൻ പുണ്ടോ ഡീസൽ ആക്റ്റീവ് ആണ് ഓപ്ഷൻ. ആക്റ്റീവ് ഓപ്ഷൻ. അതിൽ ഫ്രണ്ട് പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, AC പവർ സ്റ്റിയറിംഗ്, എക്സ്ട്രാ അലോയ്സ് ഇട്ടിട്ടുണ്ട്. ഈ വണ്ടി ഡ്യുവൽ ടോൺ കളർ ആക്കിയിട്ടുണ്ട്. റെഡ് ആൻഡ് ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. അത് RC എൻഡോസ്ഡ് ആണ്. ബ്ലാക്ക് RC എൻഡോസ്ഡ് ആണ്. ഓണർഷിപ്പ് വരുന്നത് സെക്കൻഡ് ഓണർ ആണ്. 1,18,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. മേജർ സർവീസ് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുന്നതാണ്. പിന്നെ വണ്ടിന്റെ ഒരു കണ്ടീഷൻ കണ്ടിട്ട് ഉറപ്പിക്കുന്നില്ല. വണ്ടിന്റെ കമ്പനി സർവീസ് ഒന്നല്ല, അത് അത്രേ ഉള്ളൂ. പുറത്ത് സർവീസ് കാണിക്കുന്ന കിലോമീറ്റർ അതാണ്. പിന്നെ വണ്ടിന്റെ ഇപ്പോഴത്തെ വണ്ടി ഏകദേശം പറയാം. മെക്കാനിക്കലി നല്ല കണ്ടീഷനാണ്. റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. റീപ്ലേസ് ഒന്നുമില്ല. ഓക്കെ, ഇതൊരു ഓഫർ റേറ്റിൽ കൊടുക്കാം. നമുക്ക് 1,18,000 രൂപയ്ക്ക് കൊടുക്കാം. 11 മോഡൽ 11 രജിസ്ട്രേഷൻ മെയിലാണ്. 10 മോഡൽ 11 രജിസ്ട്രേഷൻ വരുന്ന പുണ്ടോ 1,18,000 കിലോമീറ്റർ. 18,000 ഓണർഷിപ്പ് സെക്കൻഡ്. ഓക്കെ, ലോൺ അല്ല ഇപ്പൊ കൊടുക്കുന്ന 1.2 ലോണൊന്നും കിട്ടില്ല. പിന്നെ മൈലേജ് കൂടെ ഒന്ന് പറഞ്ഞു. മൈലേജ് ഏകദേശം ഒരു 18-20 മൈലേജ് കിട്ടും. സ്വിഫ്റ്റിന്റെ സെയിം എഞ്ചിൻ ആയതിനെ കൊണ്ട് അതിന്റെ സെയിം സർവീസ് കോസ്റ്റേ വരുള്ളൂ. ഒരു 4000-5000 രൂപക്ക് 10,000 കിലോമീറ്ററിന് സർവീസ് കോസ്റ്റേ വരും. ഓക്കെ, സ്വിഫ്റ്റും വിസ്റ്റന്റെയും സെയിം പാർട്സ് ആണ്. ഓക്കെ, അത്രേ ഉള്ളൂ. അടുത്തോണ്ട് ഹ്യുണ്ടായി i10 ആണ് അടുത്തത്. KL43 ആണ് രജിസ്ട്രേഷൻ വരുന്നത്. എറണാകുളം ജില്ലയിൽ എവിടെയാണ്? എറണാകുളം ജില്ലയിൽ പരവൂർ. 42 അല്ലേ? പരവൂർ 43 മട്ടാഞ്ചേരി. മട്ടാഞ്ചേരി. ഓക്കെ, പറഞ്ഞോളൂ എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2010 i10 ഇറ. ഓണർഷിപ്പ് സിംഗിൾ ആണ്. ഇവിടെ സിംഗിൾ തന്നെ നടക്കുന്നുണ്ടോ? അതിൽ AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്. ഓക്കെ, അത്ര സാധനങ്ങൾ വരുന്നു. എല്ലാം വർക്കിംഗ് അല്ലേ? എല്ലാം വർക്കിംഗ്. ഓക്കെ, കിലോമീറ്റർ 75,000 കിലോമീറ്റർ. കമ്പനി സർവീസ് ഉണ്ട്. സർവീസ് ഉണ്ട്. ഓക്കെ, ടയർസ് കാര്യങ്ങളൊക്കെ നല്ലതാണ്. ഇൻഷുറൻസ് ഫുൾ കവർ ഇൻഷുറൻസ് പുതിയതുണ്ട്. ഏകദേശം 10-11 മാസം ഇൻഷുറൻസ് ബാക്കിയുണ്ട്. റേറ്റ് വരുന്നത് ഒരു ഓഫർ പ്രൈസിൽ കൊടുക്കാം. 1,28,000 കൊടുക്കാം ഫൈനൽ. 1,28,000 രൂപയ്ക്ക് 2010 മോഡൽ ഇറ i10 നിങ്ങൾക്ക് സ്വന്തമാക്കാം. ലോണും കാര്യം ഒന്നും കിട്ടില്ല. മോഡലും കിട്ടില്ല. മൈലേജ് ഒരു 14 മുതൽ ഒരു 17 വരെ ആ റേഞ്ചിലാണ് മൈലേജ് കിട്ടുക. അത്ര കേട്ടോ. അത് IRD എഞ്ചിൻ അല്ലേ വരുന്നത്? പാപ്പ എഞ്ചിൻ അല്ല, IRD 1.1 വരിക. അത്ര കിട്ടണം. ഓക്കെ, അടുത്തതാ നിസാൻ
സണ്ണിയാണ് KL 11 കോഴിക്കോട് രജിസ്ട്രേഷനുള്ള നിസാൻ സണ്ണി. അതെ. എങ്ങനെയാണ് ഇത്? ഇത് 2012 മോഡൽ 13 രജിസ്ട്രേഷൻ നിസാൻ സണ്ണി ഡീസലാണ്. ഓക്കെ. എക്സൽ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. ഓണർഷിപ്പ് സിംഗിൾ ഓണറാണ്. കിലോമീറ്ററും കുറച്ച് ഓടിയിട്ടുള്ളൂ. 1,08,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കമ്പനി സർവീസും ഉണ്ട്. റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫുൾ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഡീസൽ നല്ല മൈലേജ് ഉണ്ടാവും കേട്ടോ. ഡീസലാണ്. 20 മുകളിൽ മൈലേജ് ഉണ്ടാവും. 20 മുകളിൽ മൈലേജ്. വലിയ പണിയൊന്നും വരത്തില്ലല്ലോ. വലിയ പണിയൊന്നും വരില്ല. ഈ എഞ്ചിനുള്ള വണ്ടികൾക്കെല്ലാം വർക്കെല്ലാം കുറവായിരിക്കും. ആ ഡീസൽ നിങ്ങളൊരു മിനിമം ലെവലിൽ വെക്കണം. ഒരു ഹാഫ് ടാങ്ക് ഡീസൽ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഓടുക. അല്ലെങ്കിൽ ഭാവിയിലൊക്കെ ഇഞ്ചക്ടറൊക്കെ പണി ഡീസൽ വണ്ടി ഓടിക്കുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫ്യൂൽ ലെവൽ താഴെ നോക്കുക. അതേപോലെ തന്നെ കറക്റ്റ് സർവീസും കറക്റ്റായിട്ട് പ്രോപ്പർ സർവീസ് ചെയ്യുക. കറക്റ്റ് ടൈമിൽ 1000 സർവീസ് ചെയ്യുന്നതിന് പകരം ഒരു 8000-ലോ 7000-ലൊക്കെ സർവീസ് ചെയ്താൽ ഇഞ്ചിന്റെ ലൈഫ് നല്ലോണം കിട്ടും. അങ്ങനെയാണ് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തത്. ഓക്കെ. ഇത് റേറ്റ് വരുന്നത് 2,68,000 ആണ് വരുന്നത്. 11 മോഡൽ 12 രജിസ്ട്രേഷൻ. 12 മോഡൽ 13 രജിസ്ട്രേഷൻ. 12 മോഡൽ 13 രജിസ്ട്രേഷൻ സിംഗിൾ ഓണർ. 1.8 ഓട്ടം. 1,08,000 പ്രോപ്പർ കമ്പനി സർവീസ്. ക്ലെയിം ഒന്നുമില്ല അല്ലേ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. റീപ്ലേസ് ഒന്നുമില്ല. ഓക്കെ. അപ്പോൾ നല്ലൊരു ഡീസൽ വാഹനം, വലിയൊരു മെയിൻ്റനൻസ് ഇല്ലാത്ത നല്ലൊരു സ്പേസ് ഉള്ള ഡീസൽ വാഹനം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, സെഡാൻ വാഹനം, ലോങ് ഡ്രൈവ് ഒക്കെ ഈ തലകറക്ക ഛർദിയൊക്കെ ഉള്ളവർക്ക്, അങ്ങനത്തെ പ്രശ്നങ്ങളുള്ളവർക്ക് എടുക്കാൻ പറ്റിയൊരു വാഹനമാണ് അല്ലേ? ഓക്കെ. യാത്ര ചെയ്യുമ്പോൾ സുഖമായിരിക്കും. മൈലേജ് നമ്മൾ പറഞ്ഞു 20-ന്റെ മുകളിൽ മൈലേജ് കിട്ടും. ടൗണിൽ ഒരു 17 എന്തായാലും കിട്ടും. ലോൺ കിട്ടും ഇതിന്? ലോൺ കിട്ടും. ലോൺ ഒരു 180, 180 ഒക്കെ ലോൺ ചെയ്യാൻ പറ്റും അല്ലേ? 268 180 ഒക്കെ ചെയ്യാം. വെറും 2,68,000 രൂപയ്ക്ക് ഒരു വാഹനം നോക്കാം. അടുത്തോട്ട് ഹോണ്ട ജാസ് ആണ്. KL 11 കോഴിക്കോട് രജിസ്ട്രേഷൻ വണ്ടിയാണിതും. പറഞ്ഞോളൂ. 2015 ജാസ് ഡീസൽ. ഓക്കെ. ഡീസലിൽ വി ഓപ്ഷനാണ് വരുന്നത്. VX വരുന്നുണ്ടായിരുന്നു ഇതിൽ? VX വരുന്നുണ്ടാവും. 15 വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു DVD സ്റ്റീരിയോ വരുന്ന വണ്ടിയുണ്ട്. ഇത് V ആണ് വരുന്നത്. അതിൽ നോർമൽ ഫുള്ള് തന്നെ ചെറിയ വ്യത്യാസം എന്തോ ഉള്ളൂ. VX ആയിട്ട് ചെറിയ വ്യത്യാസം. ചെറിയൊരു വ്യത്യാസമാണ്. ഇതിൽ AC പവർ സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോ, ഡ്യുവൽ എയർ ബാഗ്, ABS അതൊക്കെ വരുന്നുണ്ട്. ഡീസലോ പെട്രോളോ? ഡീസലാണ്. ഡീസൽ. ഇതും നമ്മൾ പറഞ്ഞ പോലെ തന്നെ മെയിൻ്റനൻസ് വളരെ കുറവായിരിക്കും. ഹോണ്ട വണ്ടി ഡീസലിൽ കുറവായിരിക്കും. അതേപോലെ തന്നെ നല്ല മൈലേജ് ഉണ്ടാവും. 22-23 നല്ല മൈലേജ് ഉണ്ടാവും. ഹോണ്ട ഡീസലാണ്. സർവീസ് ഒരു 7,000-8,000 ഒക്കെ തന്നെ കോസ്റ്റ് വരുള്ളൂ. എന്തായാലും വരും. ഓക്കെ. ഹോണ്ടയിൽ നിന്ന് സർവീസ് ചെയ്യാൻ. പിന്നെ ഇതിന് നെഗറ്റീവ് ഇതുണ്ട്. ബോണറ്റ് റീപ്ലേസ് ഉണ്ട്. ബോണറ്റ് മാറിയിട്ടുണ്ട്. ബോണറ്റ് മാത്രമേ മാറിയിട്ടുള്ളൂ? അതോ ബോണറ്റ് അപ്പർ ക്രോസ്, ലോവർ ക്രോസും, പിന്നെ റേഡിയേറ്റർ സപ്പോർട്ടും മാറിയിട്ടുണ്ട്. റേഡിയേറ്റർ സപ്പോർട്ട് മാറിയില്ല, വർക്ക് എടുത്താണ്. വേറെ ഉള്ളോട്ടേക്ക് ഇടിയില്ല. ഇത്ര ഇടി വന്നിട്ടുണ്ട്. ഹെഡ്ലൈറ്റ്, ബമ്പർ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. ഓക്കെ. വേറെ ഗ്ലാസ് ഒന്നും മാറിയില്ല. അത് മേജറായിട്ടുള്ള മേജർ എന്ന് വെച്ചാൽ ഈ പാർട്ടൊക്കെ ഇപ്പം പ്രോപ്പർ വർക്കിംഗ് അല്ലേ? നല്ല വർക്ക് ചെയ്യാം. എല്ലാം കുഴപ്പമൊന്നുമില്ലല്ലോ? മിസ്സിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. ഹീറ്റ് ആവോ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ലല്ലോ? വണ്ടി ഒരു പ്രശ്നമില്ല. അതൊക്കെ നോക്കിയാൽ മതി. ബാക്കി മേജർ കിട്ടുക വെച്ചാൽ ഗ്ലാസ് ഒന്ന് അപ്രോണ് പൊട്ടുക, അങ്ങനെ നമ്മുടെ ചേസിലേക്ക് ബോഡിയിലേക്ക് ഇത് വരിക, അതൊക്കെയാണ് വണ്ടിയുടെ സ്ട്രെങ്ത്തിനെ ബാധിക്കുക മൊത്തത്തിൽ. അങ്ങനെ സംഭവിച്ചില്ല. ഓക്കെ. കിലോമീറ്റർ 161 ഓടിയിട്ടുണ്ട്. 1,00,000 ഫുള്ള് കമ്പനി സർവീസാണ്. ഫുൾ ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. ഓണർഷിപ്പ് സിംഗിളാണ് വരുന്നത്. സിംഗിൾ തന്നെ? സിംഗിൾ ഓണറാണ്. എത്ര കൊടുക്കുക ഇത് നമുക്ക് ഫൈനലായിട്ട് 4,28,000 രൂപ കൊടുക്കാം. 2015 ഡീസൽ വി ഓപ്ഷൻ ജാസ് ആണ്. ഓക്കെ. നമുക്കൊരു 3.25 ലോൺ കിട്ടും. 3.5 ആ റേഞ്ചിലൊക്കെ ലോൺ. 3.5 പ്രതീക്ഷിച്ചാണ്. ഒരു 19,000 75,000 കണ്ടാൽ 75,000 കണ്ടാൽ ഇറക്കാൻ വരുന്നൊരു നല്ല ഡീസൽ വാഹനമാണ്. നല്ല സ്മൂത്ത് ഡ്രൈവ് ആയിരിക്കും വണ്ടി. എല്ലാം കൊണ്ടല്ലേ? അടുത്ത വണ്ടിയിലേക്ക്. അടുത്തൊരു പ്രീമിയം സെഗ്മെന്റ് വാഹനമാണ്. ഫോക്സ് വാഗൺ പസാട്ട് KL 40 പെരുമ്പാവൂർ രജിസ്ട്രേഷനുള്ള വാഹനം അല്ലേ? 40 ഫാൻസി നമ്പർ 4444. അതെ 4444. ജെറ്റേനേക്കാൾ കൂടിയ ജെറ്റ 143 bhp വരും. അത് 177 bhp വരും. ഓക്കെ. അതാണ് അതിന്റെ മെയിൻ ഇഞ്ചിൻ ഭാഗത്ത്. അതാണ് മെയിൻ ഡിഫറൻസ് വരും. ഇതിൽ ഈ വണ്ടിയിൽ ഗിയർ ബോക്സ് വരുന്നത് DT 250 6 സ്പീഡാണ് വരിക. കംപ്ലൈൻസ് ഒക്കെ വളരെ കുറവായിരിക്കും. വേൾഡ് വൈഡ് ഇറങ്ങുന്ന ഗിയർ ബോക്സ് ആണ്, ഓട്ടോമാറ്റിക്. ഓക്കെ. അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞു. അതായത് 2012 പസാറ്റ് 2 ലിറ്റർ TDI ആണ്. 12. ഓക്കെ. ഓണർഷിപ്പ് സെക്കൻഡ് ആണ് വരുന്നത്. കിലോമീറ്റർ വരുന്നത് 1,73,000 ആണ്. അത് ഫുൾ കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഫുൾ സർവീസ് ഉണ്ട്. മേജർ സർവീസും കാര്യങ്ങളും എല്ലാം ചെയ്താണ്. ഓട്ടോമാറ്റിക് ആണ്. ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. ഡീസലാണ്. ഓട്ടോമാറ്റിക് ആണ്, ടോപ്പ് എൻഡ് ആണ്, ഡീസലാണ്. അതിൽ സീറ്റ് വെന്റിലേഷനും എല്ലാം വരുന്നത്. സീറ്റ് വെന്റിലേഷൻ, മറ്റേ ഇലക്ട്രിക് സീറ്റ്, പിന്നെ ഇതിനകത്ത് ഓട്ടോ പാർക്കിംഗ് ഒക്കെ വരുന്നുണ്ട്. അത് ശരി. തന്നെ പാർക്കിംഗ്. പക്ഷെ അതെങ്ങനെ അതിൻ്റെ വർക്കിംഗ് കാര്യങ്ങൾ എനിക്കറിയില്ല. എല്ലാം വരുന്നുണ്ട്. പിന്നെ ഈ വണ്ടിയിൽ വാർണിംഗ് ലൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാം ഒക്കെ പെർഫെക്റ്റ് ആണ്. പെർഫെക്റ്റ് ആണ്. അതിൽ ഒരു നെഗറ്റീവ് ആയിട്ട് പറയാനുള്ളത് സൺറൂഫ് വർക്കിംഗ് അല്ല. സൺറൂഫ് ഉണ്ട് വണ്ടിയിൽ, പക്ഷെ അത് വർക്കിംഗ് അല്ല. ഓക്കെ. അത് റിപ്പയർ ചെയ്യാൻ നോക്കിയിട്ടില്ല. വർക്കിംഗ് അല്ല.
അതാണ് ഒരു നെഗറ്റീവ്. ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക്. അതിൻ്റെ മിക്കവാറും ഒന്ന് മോട്ടറോ അല്ലെങ്കിൽ അതിൻ്റെ റെയിൽസോ അങ്ങനെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ആയി റിപ്പയറബിൾ ആണ്, പക്ഷേ ചെയ്തില്ല. റിപ്പയറബിൾ ആണ്. കമ്പനി ചെയ്യുകയാണെങ്കിൽ കുറച്ച് കോസ്റ്റ് ആവും തോന്നുന്നു. കമ്പനിയിൽ നിന്ന് ചെയ്യാൻ വെച്ചാൽ കോസ്റ്റ് ഉണ്ടോ, പുറത്തുനിന്ന് എന്തായാലും സാധനം സെക്കൻഡ്സ് ഒക്കെ കിട്ടിയിട്ട് എന്തായാലും കിട്ടുന്നുണ്ട്, അങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ 2012 2 ലിറ്റർ ഡീസൽ എഞ്ചിൻ വരുന്ന പസാറ്റ്. അതെ, പറഞ്ഞോളൂ. ഇത് ആർക്കും കൊടുക്കാൻ പറ്റാത്തൊരു റേറ്റ് നമുക്ക് കൊടുക്കാം. എത്ര കൊടുക്കാം? 4,95,000 രൂപ കൊടുക്കാം. 495 നല്ലൊരു അടിപൊളി പ്രീമിയം വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതും ഒറിജിനൽ കേരള ക്വാളിറ്റി വണ്ടിയാണ്, കമ്പനി സർവീസ് ഉള്ളതാണ്, കംപ്ലൈൻസ് ഒന്നുമില്ല, ഒരു കംപ്ലൈൻസ് മെക്കാനിക്കലി ഒന്നുമില്ല. സൺറൂഫ് നോക്കിയില്ല എന്നുള്ളത്, വേറെ മെക്കാനിക്കലി എല്ലാ ഭാഗവും എല്ലാ ഗിയറോ കാര്യങ്ങളോ എല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ള അടിപൊളിയാണ്. ഓക്കെ. ഒരു 15-16 മൈലേജ് കിട്ടും നമുക്ക്, ഓടിക്കുന്ന പോലെയാണ്. അത്രയും അത്യാവശ്യം നല്ല പവറുള്ള വണ്ടിയാണ്. നമ്മളത് വളരെ ശ്രദ്ധിച്ച് ഓടിച്ചാൽ ചിലപ്പോൾ 20 കിട്ടും. പക്ഷേ ഈ ഒരു വണ്ടി നമ്മൾ അങ്ങനെ ആയിരിക്കില്ല ഓടിക്കുക. അതിന് പാഡൽ ഷിഫ്റ്റും കാര്യങ്ങളും എല്ലാം വരുന്ന വണ്ടിയാണ്. എന്തായാലും ഇത് പൊട്ടിച്ചായിരിക്കും എല്ലാവരും നല്ലോണം അങ്ങനെ ഓടിക്കരുത്. റഫായിട്ട് ഓടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 14 പ്രതീക്ഷിച്ചാൽ മതി. നല്ലോണം പോലെ സോഫ്റ്റായിട്ട് ഓടിച്ചാൽ 18 കിട്ടും. ടൗണിൽ ഒരു 12 പ്രതീക്ഷിച്ചാൽ അത്രയേ ഉള്ളൂ. ഇതിൻ്റെ ലോണും കൂടെ ഒന്ന് പറഞ്ഞോട്ട്. ലോൺ കിട്ടലുണ്ടാവില്ല, ചാൻസ് കുറവ്. ആ മോഡലിൻ്റെ ഇതായതുകൊണ്ടല്ലേ? അതെ. ഇങ്ങനത്തെ വണ്ടി പ്രീമിയം വണ്ടി അധികം ലോൺ കിട്ടാൻ സാധ്യത കുറവ്. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക്. മാരുതി സുസുക്കി ഇഗ്നിസ് KL 76 രജിസ്ട്രേഷൻ, കോഴിക്കോട് ജില്ല തന്നെയാണ്. നന്മണ്ട അല്ലേ? നന്മണ്ട. ഓക്കെ. ഓട്ടോമാറ്റിക് ഇഗ്നിസ് ആണ്. ഓക്കെ. 2018 മോഡൽ, 19 രജിസ്ട്രേഷൻ ഉണ്ട്. 18-19 രജിസ്ട്രേഷൻ. ഓട്ടോമാറ്റിക് MT തന്നെയാണോ വരുന്നത്? MT 1.2 സ്വിഫ്റ്റിൽ വരുന്ന ആ എഞ്ചിനിൽ MT ഗിയർ ബോക്സ് 1.2 ആണ്. ഓക്കെ. ഇതിന് ഓണർഷിപ്പ് സിംഗിൾ ആണ്. കിലോമീറ്റർ 78,000 ഓടിയിട്ടുണ്ട്. ഫുൾ സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. പെട്രോൾ. ഡീസൽ ഇറങ്ങിയിട്ടുണ്ട്. പെട്രോളാണ്. ഓക്കെ. ഇതിൽ ഡെൽറ്റ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. അതിൽ ഡ്യുവൽ എയർ ബാഗ്, ABS, AC, പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റിയറിംഗ് കൺട്രോൾ, മ്യൂസിക് സിസ്റ്റം എല്ലാം വരും. അലോയ്സ് ഉണ്ടാവില്ല. പിന്നെ ടച്ച് സ്ക്രീൻ ആയിരിക്കില്ല, നോർമൽ സ്റ്റീരിയോ വരിക, ടച്ച് സ്ക്രീൻ ആയിരിക്കില്ല. സീറ്റ് ആയിട്ട് വ്യത്യാസം. ഇത് ഡിഫോറും വൈപ്പറും ഇതിൻ്റെ അത് ഉണ്ടാവില്ല. ഡെൽറ്റയിലുണ്ടാവില്ല. ഒരുവിധം വേണ്ടുന്ന എല്ലാ ഫീച്ചേഴ്സിൽ വരുന്നുണ്ട്. ഇത് മൈലേജ് ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു ഹൈവേയിൽ ഒരു 18-19 ആ റേഞ്ചിൽ നല്ലോണം പോലെ ഓടിച്ച മൈലേജ് കിട്ടും. കമ്പനി 20s പറയുന്നുണ്ട്, അത്ര 18 പ്രതീക്ഷയാണ്. ടൗണിൽ ഒരു 15 ആ റേഞ്ചിലൊക്കെ പ്രതീക്ഷിക്കാം. റേറ്റ് വരുന്നത് 4,95,000 അതിലൊരു 4,15 ലക്ഷം രൂപ വരെ ലോൺ ചെയ്യാൻ പറ്റുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. 4,25,000 വരെ ലോൺ സൗകര്യം കിട്ടുന്നുണ്ട്. ചെറിയ ഡൗൺ പേയ്മെൻറ്റിൽ 4,95,000 നിങ്ങൾക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാൻ സാധിക്കും. 18 മോഡൽ, 19 രജിസ്ട്രേഷൻ, ഡെൽറ്റ, സിംഗിൾ ഓണർഷിപ്പ്, ഇഗ്നിസ് ആണ് വാഹനം. ഓക്കെ. മൈലേജ് ഏകദേശം പറഞ്ഞില്ല. മൈലേജ് അടുത്തോട്ടിലേക്ക് ഇതൊരു ഡസ്റ്റർ വന്നു. KL 13 കണ്ണൂർ രജിസ്ട്രേഷനുള്ള ഡസ്റ്ററാണ്. അതെ. എങ്ങനെയുണ്ട് ഇത്? 2013 ഡസ്റ്റർ. 13 ഡസ്റ്റർ 85 ആണ്. 85 അത്യാവശ്യം മൈലേജ് ഉണ്ടാവും, മെയിൻ്റനൻസും കുറവായിരിക്കും. 85 മൈലേജ് ഉണ്ടോ? മെയിൻ്റനൻസ് കുറവ്. RXL എന്ന് പറഞ്ഞ വേരിയൻ്റ് മിഡിൽ ഓപ്ഷൻ. ഒരു 18 പാണ്ടൊക്കെ ഉണ്ടാവില്ല, 17 പാണ്ടൊക്കെ മാക്സിമം അത്രയും മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ്. ഓട്ടോ എത്ര പോയി ഇപ്പോൾ? ഓട്ടോ 1.15 ഓടിയിട്ടുണ്ട്. ഓക്കെ. ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. അതിനകത്ത് ക്ലെയിമോ കാര്യങ്ങളൊന്നും ഒന്നുമില്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. എല്ലാ സാധനം ഒറിജിനൽ. ഓക്കെ. അതിന് ക്ലെയിമുള്ള വണ്ടി നമ്മൾ പ്രത്യേകിച്ച് പറയുന്നുണ്ട്, ക്ലെയിമുള്ള ഉണ്ടെന്ന് പറയും. ഓക്കെ. ഓക്കെ. ടച്ചപ്പ് കാര്യങ്ങളൊക്കെ എന്തായാലും എല്ലാ വണ്ടിയിലും ഉണ്ടാവും. ഞാൻ അതില്ലാന്ന് ഒന്നും പറയുന്നില്ല. എല്ലാ വണ്ടി എന്തായാലും റോട്ടിൽ ഓടുന്നതിനെ കൊണ്ട് ടച്ചപ്പ് ഉണ്ടാവും. അതെന്തായാലും ഉണ്ടാവും, അത് നോക്കിയിട്ട് കാര്യമില്ല. അതെന്തായാലും ഉണ്ടാവും, അത് നോക്കിയിട്ട് കാര്യമില്ല. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, ടച്ച് സ്ക്രീൻ മ്യൂസിക് സിസ്റ്റം, അത്ര സാധനങ്ങളായിട്ട് വരുന്നത്. ഓക്കെ. പിന്നെ ബാക്ക് വൈപ്പറും ഡിഫോഗറും ഫോഗ് ലാമ്പും വരുന്നുണ്ടോ. ഓക്കെ. അത് റേറ്റ് വരുന്നത് 3,78,000. അതിന് നമുക്കൊരു 2.25 ലോൺ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. 2.25 ചിലപ്പോൾ 3 ലക്ഷം രൂപ വരെ കിട്ടുമായിരിക്കും, നോക്കാം. ഒരു 1 lakh വരെ നിങ്ങൾ കാണണം. എന്തായാലും 2013 ഡസ്റ്ററാണ്. 85 3,78,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാം. ഓക്കെ. അതിലൊരു സർവീസ് കോസ്റ്റ് ഏകദേശം ഒരു 8,000-9,000 രൂപയൊക്കെ കമ്പനി സർവീസ് ചെയ്യാൻ വരും. ഓക്കെ. മൈലേജ് നമ്മൾ പറഞ്ഞു. അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഹോണ്ടയുടെ WRV വന്നു. KL 11 കോഴിക്കോട് വണ്ടി തന്നെയാണ്. 2018 WRV. ഓക്കെ. WRVയിൽ ഡീസലാണ്. ഡീസലിൽ S എഡ്ജ് എന്ന് പറഞ്ഞ വേരിയൻ്റാണ്. S ആണ് അതിൽ എഡ്ജ് എന്ന് പറഞ്ഞ വേരിയൻ്റ്. അതെന്താ പ്രത്യേകത? അതിൽ എലോയ്സ് ഉണ്ടോ? കമ്പനി എലോയ്സ് തന്നെ വരും. S നോർമലി മിഡിൽ ഓപ്ഷൻ ആണ്, അതിൽ എഡ്ജ് എന്ന് പറഞ്ഞാൽ S ബേസ് ഓപ്ഷനാണ്. 2 ഓപ്ഷൻ S ഉള്ളൂ അല്ലേ? എസും ഈ വരുന്നില്ല അല്ലേ? ഇതിൽ VX തന്നെ. ഓക്കെ. S VX 2. പിന്നെ അതിൻ്റെ നടുവിൽ 19 ആകുമ്പോൾ XV എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആകെ 2 ഓപ്ഷനുള്ളൂ. ഓക്കെ. പറഞ്ഞോളൂ. ഇത് എഡ്ജ് എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്. എന്ന് വെച്ചാൽ ബേസ് ഓപ്ഷൻ്റെ മുകളിൽ വരണം. അതിൽ എലോയ്സ് ഉണ്ടോ. ഓക്കെ. അതിൽ ഫീച്ചേഴ്സ് എയർ ബാഗ്, ABS, AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം,
സ്റ്റിയറിംഗ് കൺട്രോൾ ഒരുവിധം എല്ലാ വേണ്ട സാധനങ്ങളുണ്ടാവും. മിറർ ഇലക്ട്രിക് വരും, അലോയ്സും വരുന്നുണ്ട്. അലോയ്സും വരുന്നുണ്ട്. ഓക്കെ. വരാത്തത് ഫോഗ് ലാമ്പ്, പിന്നെ ടച്ച് സ്ക്രീൻ ആയിരിക്കില്ല, ക്ലൈമറ്റ് AC ഉണ്ടാവില്ല, ബാക്കിൽ വൈപ്പർ ഉണ്ടാവില്ല, കുറച്ച് സാധനങ്ങൾ കുറവായിരിക്കും. അത് മാത്രമല്ല മൈലേജ്, നല്ല മൈലേജ് ഉണ്ടാവും. മൈലേജ് നമ്മൾ ജാസിന് പറഞ്ഞ പോലെ ജാസിന് അത്ര ഉണ്ടാവില്ല, ജാസിന് കുറച്ചും കൂടി കൂടിയ വണ്ടി എന്തായാലും ഒരു 21 ആ റേഞ്ചിലൊക്കെ കിട്ടും. 20 തന്നെ പറയാം. അതിൽ ഹൈലൈറ്റ് അതിൽ കിലോമീറ്ററാണ്, ലോ കിലോമീറ്റർ ആകെ 65,000 കിലോമീറ്ററാണ് ഓടിയത്. അത് ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്, കാലിക്കറ്റ് രജിസ്ട്രേഷൻ തന്നെയാണ്. മോഡൽ കൊടുക്കാം. ഇത് 6,98 കൊടുക്കാം. 6,98,000 രൂപയ്ക്ക് 2018 എഡ്ജ് ഓപ്ഷൻ വരുന്ന WRV ഡീസൽ വാഹനം നിങ്ങൾ സ്വന്തമാക്കാം. പെട്രോളുള്ള ഡീസലാണ്. പെട്രോൾ ഡീസലായിട്ട് സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ വരുമ്പോൾ ഒരു 75,000 മുതൽ 1 lakh വരെയുള്ള വ്യത്യാസം വരും. ഓക്കെ, അപ്പോൾ ഡീസൽ വണ്ടി കിട്ടാനില്ലാത്താണല്ലോ. ഓക്കെ. പിന്നെ ഇതിൽ ലോൺ ഏകദേശം ഒരു 6 ലക്ഷം രൂപ ലോണും ചെയ്യാം. സർവീസ് കോസ്റ്റ് ഒരു 8,000-9,000 രൂപ ആ റേഞ്ചിൽ കമ്പനി സർവീസ് സെയിം ജാസിൻ്റെ സെയിം വരും. ഓക്കെ. അടുത്തത് Volkswagen വെൻഡോ ആണ്. നമ്മൾ നേരത്തെ ഒരു പസാട്ട് കണ്ടിരുന്നു, ഇപ്പോൾ ഒരു വെൻഡോ വന്നു. KL 38 രജിസ്ട്രേഷൻ വാഹനമാണ്. ഇതും ഡീസലാണോ? ഡീസൽ വണ്ടി അല്ലേ? ഓക്കെ. 2015 വെൻഡോ, 16 രജിസ്ട്രേഷൻ ഉണ്ട്. ഓക്കെ. അതിൽ 1.5 TDI 1.5 ടർബോ ഡീസൽ വാഹനമാണ്. 1.5 TDI ആണ്. അതിൽ ഹൈലൈൻ ആണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അല്ല എയർ ബാഗും ABS-ഉം അലോയ്സും ക്ലൈമറ്റ് AC, സ്റ്റീരിയോ, സ്റ്റിയറിംഗ് കൺട്രോൾ, ലെതർ സീറ്റ് എല്ലാം വരുന്ന വണ്ടിയാണ്. മൈലേജ് ഇതിന് നല്ല മൈലേജ് ഉണ്ടാവും. അതിന് 20 കിലോമീറ്റർ മൈലേജ് ഉണ്ടാവും. മെയിൻ്റനൻസ് കമ്പനി സർവീസ് ചെയ്യാൻ ഒരു 10-12 രൂപ വരും. പുറത്ത് സർവീസ് ചെയ്യാൻ ഒരു 5-6 രൂപക്ക് 15,000 കിലോമീറ്ററിലാണ് സർവീസ് വരിക. ക്ലെയിമോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല, റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. പെയിന്റ് ടച്ചപ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെയിന്റ് ടച്ചപ്പ് ഒക്കെ ഉണ്ടാവും. റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. സെക്കൻഡ് ഓണറാണ് വരുന്നത്. ഓക്കെ. എത്ര കൊടുക്കുക? ഇത് നമുക്ക് 3,78,000 രൂപക്ക് ഫൈനൽ കൊടുക്കാം. അതിൽ ഏകദേശം ഒരു 3 lakhs വരെ ലോൺ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കും. 2005 അല്ലേ പറഞ്ഞത്? 15 മോഡൽ 16 രജിസ്ട്രേഷൻ. 3,78,000 രൂപ. 3,78,000 രൂപയ്ക്ക് 15 മോഡൽ 16 രജിസ്ട്രേഷൻ വരുന്ന ഏറ്റവും ഫുൾ ഓപ്ഷൻ ഡീസൽ വെൻഡോ നിങ്ങൾക്ക് കിലോമീറ്റർ 147 ഓടിയിട്ടുണ്ട്. അത് ഫുൾ കമ്പനി സർവീസ് ആണ്. 120 മേജർ സർവീസും കമ്പനിയിൽ നിന്ന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു 1 lakhന്റെ അടുത്ത് വരുമ്പോൾ നിങ്ങൾ മേജറിലേക്ക് ഇതൊക്കെ പോയാൽ മതി. അതെ. ഓക്കെ, അത് കഴിഞ്ഞപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത സ്വിഫ്റ്റ് ആണ്. KL 18 വടകര രജിസ്ട്രേഷൻ ആണ്, കോഴിക്കോട് ജില്ല. ഒരു ബ്ലൂ കളർ സ്വന്തം സ്ഥലം. അതെ, പറഞ്ഞോളൂ. ഇത് 2012 സ്വിഫ്റ്റ്. 12 സ്വിഫ്റ്റ് പെട്രോളാണ്. ഓക്കെ. പെട്രോൾ VXI സിംഗിൾ ഓണർ വണ്ടി. 85,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാം സാധനം ഒറിജിനലാണ്. ഇത് VXI അതിനെ കൊണ്ട് AC പവർ സ്റ്റിയറിംഗ്, 4-door പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, മിഡിൽ ഓപ്ഷൻ ആണ്. മിഡിൽ ഓപ്ഷൻ സ്റ്റഡീസിൽ ചെയ്തിട്ടുണ്ട്. ടിപ്പ് സ്റ്റിയറിംഗ് വരും. കിലോമീറ്റർ 85. മൈലേജ് ഒരു 15 മുതൽ ഒരു 18 വരെ ആവറേജ് മൈലേജ് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ. 20 കിട്ടുന്ന ആൾക്കാരുണ്ടാവും. ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇല്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ക്ലീൻ ആണല്ലേ? നല്ല ക്വാളിറ്റി ഉണ്ട്. സ്ക്രാച്ച് കാര്യങ്ങൾ പെയിന്റ് ടച്ചപ്പ് ഉണ്ടാവും, വേറെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ. നല്ലൊരു കളറാട്ടോ, വെറൈറ്റി. വെറൈറ്റി കളർ, പോളിഷ് ഒക്കെ ചെയ്ത് വെച്ചാൽ ഇത് വരുമ്പോൾ നല്ല ലുക്ക്, നല്ല ഭംഗിയുണ്ട്. ഈ ഒരു ഷേപ്പിൽ ഇത് വരുമ്പോൾ. ഓക്കെ. നമുക്കൊരു ഓഫർ പ്രൈസിൽ 3,18 കൊടുക്കാം. 3,18,000 രൂപയ്ക്ക് 2012 VXI സ്വിഫ്റ്റ് 85,000 കിലോമീറ്റർ ഓടിയ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കണം. ഏകദേശം 2.25 ലക്ഷം രൂപ ലോണും ചെയ്യാം. മെയിൻ്റനൻസ് കോസ്റ്റ് ഒരു 5,000-6,000 ആ ലെവലിലെ മെയിൻ്റനൻസ് കോസ്റ്റ് വരിക. ഇപ്പോൾ സർവീസ് ചെയ്തിട്ടുണ്ട്. 85-95 ചെയ്താൽ 95 ചെയ്താലും മതി. വേറെ എടുത്തിട്ട് നിങ്ങൾക്ക് ഒരു പണിയില്ല. പണിയൊന്നും എടുക്കാം. ചെറിയ ഡൗൺ പേയ്മെൻറ്റിൽ ഇറക്കി കൊണ്ടുപോവുകയും ചെയ്യാം. അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത ഫിയറ്റ് പൂണ്ടോ ആണ്. KL 2 രജിസ്ട്രേഷൻ അല്ലേ? അടിപൊളി പൂണ്ടോ ആണ്. കണ്ടിട്ട് പുറമേ കണ്ടിട്ട് നല്ല ലുക്ക് ഉണ്ട്. ബ്ലാക്ക് കളർ അതിനെ കൊണ്ട് നല്ല ലുക്ക് ഉണ്ട്. എല്ലാം കൊണ്ട് നല്ല നീറ്റാണ്. എങ്ങനെ ഡീറ്റെയിൽ? 14 പുണ്ടോ, 14-15 രജിസ്ട്രേഷനുള്ള പുണ്ടോ, ഡീസൽ 14 വൃത്തിയൊന്നുമല്ല, നല്ല നീറ്റാണ് കണ്ടിട്ട്. അതുപോലെ തന്നെയാണോ വണ്ടി? നല്ലതാണ്. 15 രജിസ്ട്രേഷൻ വരുന്നുണ്ട്. 15 രജിസ്ട്രേഷൻ. ഏതോ ഓപ്ഷൻ? ഡൈനാമിക് എന്ന് പറഞ്ഞാൽ 4-door പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, AC പവർ സ്റ്റിയറിംഗ്, ന്യൂ സിസ്റ്റം ഉണ്ടാവും. ഓക്കെ. എയർ ബാഗും ABS-ഉം അലോയും ഉണ്ടാവില്ല. എല്ലാം പ്രോപ്പറല്ലേ? എല്ലാം വർക്കിംഗ്. ഇത് റീപ്ലേസ്മെൻ്റ് ഒന്നും ഇല്ലല്ലോ? ഇല്ല, റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. 68,000 കിലോമീറ്റർ, 14-15 രജിസ്ട്രേഷൻ, ഓണർഷിപ്പ് സെക്കൻഡ്, മൈലേജ് ഏകദേശം 17 മുതൽ ഒരു 18-20 ആ റേഞ്ചിലേക്ക് കിട്ടും. ഓക്കെ. മൾട്ടിജെറ്റ് എഞ്ചിനാണ് വരുന്നത്. മറ്റേ ഫിയറ്റും സ്വിഫ്റ്റിലും ഒക്കെ സെയിം എഞ്ചിനാണ്. ഓക്കെ. പുറത്തുനിന്ന് സർവീസ് ചെയ്ത് കൊണ്ടുനടക്കാൻ അതുകൊണ്ട് എളുപ്പമാണ്. പിന്നെ എത്ര കൊടുക്കാം? ഇത് നമുക്ക് 2,78,000 രൂപ കൊടുക്കാം. ഇതിൽ ലോൺ ഏകദേശം ഒരു 1 lakh ആ റേഞ്ചിലൊക്കെ ലോൺ ചെയ്യാൻ പറ്റുള്ളൂ. നിർത്തി പോയ വണ്ടിയാണ് കൊണ്ട്. ഓക്കെ.
2,78 നിങ്ങൾക്കൊരു 2014 മോഡൽ 15 രജിസ്ട്രേഷൻ ഹുണ്ടോ ഡീസൽ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. നല്ല മൈലേജ് ഉള്ളൊരു വണ്ടി. നിലവിലൊരു പണിയില്ലല്ലോ? ഇല്ല, വർക്ക് കാര്യങ്ങളൊന്നുമില്ല. വെറും 2,78,000 രൂപക്കാണ് കിട്ടുന്നത്. അതെ, ഓക്കെ. അതിൽ സർവീസ് കോസ്റ്റ് ഏകദേശം കമ്പനിയിൽ നിന്ന് ചെയ്യാൻ വെച്ചാൽ ഒരു 12 രൂപ ഒക്കെ വരും. പുറത്തുനിന്ന് വെച്ചാൽ ഒരു 5,000-6,000 രൂപക്ക് 15,000 കിലോമീറ്ററിലാണ് സർവീസ് സെൻ്ററിൽ വരിക. സിന്തറ്റിക് ഓയിൽ വരിക. പുറത്തുനിന്നാകുമ്പോൾ പിന്നെ സിന്തറ്റിക് അല്ലാതെ ചോദിക്കാൻ വെച്ചാൽ 3,000-ലൊക്കെ ചെയ്യാം. അപ്പോൾ സർവീസ് ഇൻ്റർവെൽ 7,500 ചെയ്യാം. കുറയും. സർവീസ് ഇൻ്റർവെൽ കുറയും. മാത്രമല്ല നിങ്ങൾക്കിപ്പോൾ ഇത് കമ്പനി സർവീസ് പറയുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. ഇതിൻ്റെ സർവീസ് ഇപ്പോൾ ജീപ്പിൽ അവൈലബിൾ ആണ്. ജീപ്പിൻ്റെ സർവീസ് സെൻറ്റർ തന്നെയാണ് പേറ്റൻ്റ് ഇതും വരുന്നത്. നിങ്ങൾ പുറമെ പോകുമ്പോൾ ജീപ്പിൻ്റെ സർവീസ് സെൻറ്റർ നോക്കിയാൽ മതി. പേറ്റൻ്റ് എംബ്ലോ കാണാം. അല്ല, ജീപ്പിൻ്റെ സർവീസ് സെൻറ്ററിലും ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്തൊരു ബ്ലൂ i20 ആണ്. ഇപ്പോൾ നമ്മൾ ഇവർ പോളിഷിംഗ് സെൻറ്ററിലാണ്, വാഷിംഗ് സെൻറ്ററിലാണ് വാഹനം. അപ്പോൾ ഇങ്ങോട്ടേക്ക് വന്ന് എടുക്കുന്നതാണ്. KL7 രജിസ്ട്രേഷനാണ്. പറഞ്ഞോളൂ. 2010 i20 പെട്രോളാണ്. പെട്രോൾ. പെട്രോളിൽ മാഗ്ന ഓപ്ഷൻ, മാഗ്ന ഓപ്ഷണൽ. ബേസിക് ഫീച്ചേഴ്സ് എല്ലാം വരില്ലേ? ബേസിക് ഫീച്ചേഴ്സ് എല്ലാം വരും. AC പവർ സ്റ്റിയറിംഗ്, 4 പവറിൻ്റെ സെൻട്രൽ ലോക്ക്, ക്ലൈമറ്റ് AC അതെല്ലാം വരും. എല്ലാം വരുന്നുണ്ട്. ഓക്കെ. വേറെ ക്ലെയിം എന്തെങ്കിലും? ഇല്ല, റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഒരു 11 to 15 മൈലേജ്. 15 മൈലേജ് വരും. കാപ്പ എഞ്ചിനാണ് വരിക. ഓക്കെ. പിന്നെ 2010 മോഡലാണ്. എത്ര ഇപ്പോൾ? കിലോമീറ്റർ 82,000 ഓടിക്കുള്ളൂ. അത് ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. ഓക്കെ. കമ്പനി സർവീസ്. എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? ഇത് 1,68,000 രൂപ കൊടുക്കാം. 1,68,000 2010 പെട്രോൾ മാഗ്ന i20 പെട്രോൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ലോണ് കാര്യങ്ങളൊന്നും കിട്ടൂല. ഓക്കെ. നല്ലൊരു നീറ്റ് വണ്ടി. അടുത്തത് ഫോർഡ് ഫിഗോ ആണ്. ഏതാ രജിസ്ട്രേഷൻ വരുന്നത്? KL 39. എങ്ങനെ ഡീറ്റെയിൽ? 2012 ഫിഗോ ഡീസൽ. തേർഡ് ഓണറാണ്. 1,02,000 കിലോമീറ്റർ. ഓക്കെ. അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ടാവും. മൈലേജ് ഉണ്ട്. 17 മുതൽ 19 വരെയൊക്കെ അത്യാവശ്യം മൈലേജ് ഉണ്ടാവും അല്ലേ? ഓക്കെ. വേറെ ക്ലെയിമോ ഒന്നുമില്ല? ഇല്ല, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. മെക്കാനിക്കലായിട്ടുള്ള ഇഞ്ചക്ടർ അടി അങ്ങനത്തെ എന്തെങ്കിലും? ഇല്ല, കുഴപ്പമൊന്നുമില്ല. നിലവിലൊന്നുമില്ല. ഓക്കെ ആണല്ലേ? ഇതിൽ ഫീച്ചേഴ്സ് വരുന്നത് 2 ഡോർ പവറിൻ്റെ സെൻട്രൽ ലോക്ക്, AC പവർ സ്റ്റിയറിംഗ്, ഫോർഡിൻ്റെ ബ്ലൂടൂത്ത് മ്യൂസിക് സിസ്റ്റം വരും. ZXi എന്ന് പറഞ്ഞ വരുന്നതാണ്. ഓക്കെ. ZXi ആണ്. ഓക്കെ. നല്ല ടയേഴ്സ് ഉണ്ട്. ടയേഴ്സും നല്ല ടയേഴ്സ് ഉണ്ട്. പുറകിൽ കുറച്ച് കുറവുണ്ട്. ഫ്രണ്ടിൽ നല്ല അടിപൊളി ടയേഴ്സ് ഉണ്ടല്ലോ. ടയേഴ്സ് ഉണ്ട്. ഓക്കെ. ഇതിപ്പോൾ എത്രയാണ്? ഇത് റേറ്റ് വരുന്നത് 1,28,000. 1,28,000 2012 ഡീസൽ ഫിഗോ സ്വന്തമാക്കാം. അതിൽ ലോണ് കാര്യങ്ങളും ചാൻസ് ഇല്ല. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക്. ഹോണ്ട സിറ്റി അടുത്ത ഒരു സെഡാൻ വാഹനമാണ്. ഹോണ്ട വണ്ടികൾ കൂടുതലുണ്ടല്ലേ ഇത്? ഓക്കെ. KL 71 നിലമ്പൂരാണോ? നിലമ്പൂർ ബത്തേരിയോ? നിലമ്പൂർ. അത് KL 71 നിലമ്പൂർ രജിസ്ട്രേഷനാണ്. ഇത് 2017 സിറ്റി റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. 90 കിലോമീറ്റർ, ഓണർഷിപ്പ് തേർഡ്. 17 റീ വണ്ടിയാണല്ലോ. 17 റീ വണ്ടി. ഓക്കെ. ഡീസലല്ലേ? ഡീസലിൽ SV എന്ന് പറഞ്ഞ വേരിയന്റ്. SVൻ്റെ അകത്ത് AC പവർ സ്റ്റിയറിംഗ്, 4 പവറിൻ്റെ സെൻട്രൽ ലോക്ക്, ഡ്യുവൽ എയർ ബാഗ്, ABS, ക്ലൈമറ്റ് AC വരിക. പിന്നെ മിറർ ഇലക്ട്രിക്കും ഉണ്ടാവും. ഓക്കെ. പിന്നെ ഇതിൽ എക്സ്ട്രാ അലോയ്സ് വിട്ടിട്ടുണ്ട്. ആൻഡ്രോയിഡ് സ്റ്റീരിയം ചെയ്തിട്ടുണ്ട്. ഓക്കെ. എല്ലാ സാധനങ്ങളും ഉണ്ട്. എല്ലാം മൈലേജ് ഉള്ള വണ്ടികളാണ് ഇന്ന് കാണിക്കുന്നത്. എല്ലാം മൈലേജ് ഉള്ള വണ്ടികളാണ്. ഇത് ഏകദേശം WRV ജാസിൻ്റെ പോലെ തന്നെ ഒരു 10-21 കിലോമീറ്റർ ഇത് മൈലേജ് കിട്ടും. സെയിം എഞ്ചിൻ തന്നെ വരുന്നത്. ഇപ്പൊ കണ്ടതിൽ ഇഗ്നിസ്, സ്വിഫ്റ്റ്, അതേപോലെ i10 ഇതൊക്കെയാണ് പെട്രോൾ വന്നത് അല്ലേ കൂടുതൽ? പെട്രോൾ. ബാക്കി അധികം ഓൾമോസ്റ്റ് നമ്മൾ ഡീസലാണ് കാണിച്ചത്. അത് സണ്ണിയൊക്കെ എല്ലാം നല്ല മൈലേജ് കിട്ടുന്ന വണ്ടികളാണ്. ഇതിന്റെ പ്രൈസും കൂടെ പറഞ്ഞോളൂ. ഇത് പ്രൈസ് ഒരു 548 കൊടുക്കാം. അതിൽ ഏകദേശം ഒരു 4.25 ഒക്കെ ലോൺ ചെയ്യാൻ പറ്റുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഒരു 1 lakh കാണും. 2017 റീ രജിസ്റ്റേർഡ് ആയ വണ്ടിയാണ്. നമ്പർ ആയി കഴിഞ്ഞ വണ്ടിയാണ്. നമ്പർ ആയി കഴിഞ്ഞ വണ്ടിയാണ്. ഡീസലാണ്. SV ആണ് ഓപ്ഷൻ വരുന്നത്. നല്ല മൈലേജ് ഉള്ളൊരു വണ്ടി. 1 lakh ഡൗൺ പേയ്മെന്റിന് നിങ്ങൾക്ക് ഇറക്കാൻ പറ്റും. സെയിം സർവീസ് കോസ്റ്റ് സെയിം തന്നെ വരിക. നമ്മൾ മറ്റേ വണ്ടിയിൽ പറഞ്ഞ 8,000-9,000 അത്രേ വരുന്നുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് തൽക്കാലം ഇന്നത്തേക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇനിയും അതിൻ്റെ വീഡിയോ അടുത്ത മാസം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വീണ്ടും അതിന് മുന്നേ തന്നെ നോക്കാം. ഓരോ മാസം മിനിമം ഓരോ വീഡിയോ വേണം. കഴിഞ്ഞ വീഡിയോയിൽ പ്രേക്ഷകർ കമന്റ് ഉണ്ടായിരുന്നു. സൂപ്പർ വിൽസ് എവിടെ? സൂപ്പർ കമന്റ് ഉണ്ടായിരുന്നു ലാസ്റ്റ് വീഡിയോയിൽ. കണ്ടോ? ഓക്കെ. ചോദിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഡിലേ ആയി പോയി. 1-2 ടൂറും കാര്യങ്ങളൊക്കെ പോയി. മെയ് മാസം അതിനെ കൊണ്ട് സ്കൂളൊക്കെ അവധി 1-2 ടൂറും കാര്യങ്ങളൊക്കെ പോയി. അതുകൊണ്ട് ഡിലേ ആയതല്ലേ? ഓക്കെ. ആളുകൾ ഇങ്ങനെ ലോ ബഡ്ജറ്റ് വണ്ടി ഇങ്ങനെ തേടിക്കൊണ്ടിരിക്കുക. നല്ല ലോ ബഡ്ജറ്റ് വണ്ടികൾ, വെറുതെ ലോ ബഡ്ജറ്റ് അല്ല, നല്ല ക്വാളിറ്റി ഉള്ള അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ധൈര്യമായിട്ട് വരാം. നമ്മൾ എത്രയോ കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഷോറൂമാണ്. ഒന്നും പേടിക്കണ്ട. അത്രേ ഉള്ളൂ. അപ്പോൾ തൽക്കാലത്തേക്ക് നമുക്കിന്ന് വൈൻഡപ്പ് ചെയ്യാം. ഇവരുടെ കോൺടാക്ട് നമ്പർ വീഡിയോയിൽ ടോപ്പ് കോർണറിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. നിങ്ങൾക്ക് ഈ വാഹനങ്ങളെ പറ്റിയുള്ള പുതിയ സ്റ്റോക്ക് വരുന്നതിൻ്റെ ഒക്കെ നിങ്ങൾക്ക് ആ നമ്പറിലേക്ക് വിളിച്ച് അന്വേഷിച്ചാൽ ഫുൾ ഡീറ്റെയിൽ അതിൽ കിട്ടുന്നതാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർസ് പോട്ടെ, ലൈക്ക് വരട്ടെ, സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊണ്ടും. കാരണം നിങ്ങളെ സപ്പോർട്ട് ഇല്ലാണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതെങ്ങനെയായാലും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക. അതേപോലെ തന്നെ ആദ്യമായിട്ട് കണ്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു
ഫസ്റ്റ് കയറുന്ന മറ്റേ ജസ്റ്റ് ഒരു കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയുള്ള ഒരു സന്തോഷം. അതെ ഒരു സന്തോഷം മാത്രം, അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.